ഹലയ വിശകലന സമൂഹം നിങ്ങളോടൊപ്പമുണ്ട്. ഗുരു ഡണണബയോ കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിഗണിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് താൽക്കാലികമായി നിർത്താം. കമ്പനിയുടെ ഓരോ പാരാമീറ്ററും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും. ക്ഷണധമനു അവയമേ അധിവർഷത്താണ് യവധേപം നവൻ ആണ്. ഈ അവലോകനം 2025 ഓഗസ്റ്റ് 11 വരെയുള്ള നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം അനുസരിച്ച് ഗുരുതണവേണ കമ്പനി ഫമ്രധമു അവതടബേ അവധിവർഷ ഉപവിഭാഗത്തിൽപ്പെടുന്നു. നവയമവക ഹ്യമധവധി 32 കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു. ഈ വീഡിയോയുടെ അവസാനത്തോട് അടുത്ത് ഞങ്ങൾ ഓർഡർ ടേബിളിലേക്ക് നോക്കും. പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ്: 10.1.5. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 1 പോയിന്റാണ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ 1.8 ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ സ്കോറായ 1.5 പോയിന്റിനെതിരെ ഫന്തധമു അവതതബേ അവധിവദശ ഖവന കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്തുകൊണ്ട് ഫണധമു പവതതബേ അവധയോധഫ ഖവന ഉപവിഭാഗം കമ്പനികളും കമ്പനിയുടെ ഓഹരികൾ 12 മാസത്തിലേറെയായി ഞങ്ങൾ കാണുന്നു. ഫനധമു പവതതബേ അവധിവദശ ധവന -0% ചലനാത്മകത കാണിച്ചു. 38.3% ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ്. കമ്പനിയുടെ വിപണി മൂലധനം ഫണ്ടധവമു പവജഖബേ എവധിവർഷ മൂല്യം $1 കൂടെ 82 സെന്റ് ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $1469 ബില്യൺ ആണ്. കമ്പനിയുടെ പുസ്തക മൂല്യം $1.19 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം $170 ബില്യൺ ആണ്. വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക ഫണധവു പവതതബേ എവധിവദശ ധവനക വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ 0.124%. പുസ്തക മൂല്യം മൂലധനം 0.696%. ഉപവിഭാഗത്തിലെ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. സ്ഥാപനത്തിന്റെ കടബാധ്യതകൾ $1 കൂടെ 75 സെന്റ് 5 ബില്യൺ ആണ്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ മൂലധനത്തിന്റെ 148%. കമ്പനിയുടെ ഡെറ്റ് ലെവലിന്റെ ഫലം മോശം -1 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും 224.5 ആണ്. 40.6 എന്ന ഉപവിഭാഗത്തിൽ ശരാശരി. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക. വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $8 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം $90 മില്യൺ ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 0.4 ആണ്. ഉപവിഭാഗം 1 ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ പ്രകടനവുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $4,510 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $8.61 ബില്യൺ ആണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. വിൽപ്പന മാർജിൻ 0.2%. ഉപവിഭാഗത്തിൽ ശരാശരി 2.5%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0.061%.
ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 103% കുറവാണ്. കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം $788,000 ഉപവിഭാഗത്തിന് ഇത് $390,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൽ 0 പോയിന്റുകൾ. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭം $3,500,000. ഉപവിഭാഗത്തിന് ശരാശരി $9,600,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അളവ് $1,955 ആണ്. ഉപവിഭാഗം $393,000. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ റേറ്റിംഗിന്റെ വിൽപ്പന നല്ലത് 0.5 പോയിന്റ്. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 17.3%. ഉപവിഭാഗത്തിന് ശരാശരി 1.4%. സൂചകം -14 കമ്പനിക്ക് 78% നിലവാരം കാണിക്കുന്നു. ഫനഹതമു പവതടബയെ അപദേവദശ. ഉപവിഭാഗത്തിന് RSA ലെവൽ 14 67%. കമ്പനിയുടെ യഥാർത്ഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം $18 കൂടെ 55 സെന്റ് ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $16 കൂടെ 32 സെന്റ് ആണ്. നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം, അത് ലഭ്യമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സ്റ്റോക്ക് മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരു ലമണമയോ. ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ ഓഹരികളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി ഫനധമു അവതടബെ അപദേവദശ ഖവന വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു തണമബയ ഒരു തീരുമാനം എടുക്കുന്നു. $18 കൂടെ 54 സെന്റിന് ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക. കമ്പനിക്ക് മോശമായ മൂല്യനിർണ്ണയവും വിലപ്രവണതയും ഉള്ളതിനാലാണ് ഈ കരാർ ആരംഭിച്ചത്. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതി ഉപയോഗിച്ചാണ് നടത്തിയത്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 14.04 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 23.04 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ 2025 സെപ്റ്റംബർ 10 സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ അടയ്ക്കും. അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം. ടിക്കർ ആടക നണമ ഏടക നാണ് പ്രധാന വാങ്ങൽ ഓർഡർ ആയിരിക്കും. പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു. ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് മറ്റൊരു ഓർഡർ അവസാന വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും വളരെ നന്ദി. ഗുരു ലമണമയോ.